Good morning. Sharanya. Okay. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തതൊക്കെ വായിച്ചു പോണില്ലേ നിങ്ങള്? വായിക്കുന്നില്ലേ റെഗുലർ ആയിട്ട്? ഒന്ന് രണ്ട് പേര് മെസ്സേജ് ഇട്ടുണ്ട്. ഓക്കെ ഓക്കെ, വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, ഓരോ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ കൃത്യമായിട്ട് അന്ന് എടുക്കുന്നത് തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് അറിയാം. പേജസ് നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റത്തേക്ക് വെക്കാതെ ഓരോ ദിവസവും എടുക്കുന്നത് നമ്മൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നതൊക്കെ കൃത്യമായിട്ടൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത്രയും വലിയൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചാലാണ് മാക്സിമം 4 or 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും പേജസ് കവർ ചെയ്താലാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഫുള്ളും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് സെക്ഷനുകളൊക്കെ പ്രത്യേകം ഒക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, റെഗുലർ ആയിട്ട് വായിച്ചു പോകുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അല്ലെ. പേജ് നമ്പർ ഒന്ന് പറയോ ദേവിക്ക്? ഒന്ന് പറഞ്ഞു കൊടുത്തേ, പേജ് നമ്പർ എത്രയാന്നുള്ളത് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. 20 കേട്ടോ. ഓക്കെ. എത്ര പേരാന്ന് വെച്ചാൽ ഹെൽപ്പ് ഉള്ളവര് അതേ കുറെ പേരൊക്കെ ഇവിടെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എത്രയാ? നമുക്ക് 20, പേജ് നമ്പർ 20, 20ാമത്തെ പേജാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്. സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് അല്ലെ. അതായത് റിക്രൂട്ട്മെന്റ് ചെയ്യാനായിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകൾ. അതിനകത്ത് നമ്മൾ പറഞ്ഞു പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 5 elements. 5 ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരു പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയി അല്ലെ. തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് 5 സ്റ്റെപ്സില് 5 elements ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഫസ്റ്റത്തെയാണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് എങ്ങനെ നിയമിക്കുന്നു അല്ലെ എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഇസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹിയർ, എങ്ങനെ നിയമിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് റിക്രൂട്ട്മെന്റ് പോളിസി. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് ആ പോളിസിയിൽ 4 പ്രിൻസിപ്പിൾസ് പറഞ്ഞില്ലേ. റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന 4 ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ആ 4 എന്ന് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത്. ആ 4 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതില് അതായത് റിക്രൂട്ട്മെന്റ് പോളിസിയില് ഈ പ്രിൻസിപ്പിൾസ് കണ്ടോ, ഈ 4 ജനറൽ പ്രിൻസിപ്പിൾസിൽ ഉണ്ടായിരിക്കും. അതായത് അതിൽ കമ്മിറ്റഡ് ആയിരിക്കും ഒരു റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ 4 പോയിന്റ്സ് വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ. റിക്രൂട്ട്മെന്റ് പോളിസിയിൽ വരുന്ന 4 ജനറൽ പ്രിൻസിപ്പിൾസ്. ഇനി രണ്ടാമത്തെ നോക്കിയാൽ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ആണ്. അതായത് ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. അതായത് ഒരു ഓർഗനൈസേഷൻ എന്തിന്? റിക്രൂട്ട്മെന്റിന് വേണ്ടി. ഒരു ഓർഗനൈസേഷന്, ഒരു സ്ഥാപനത്തിന് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്, അതാണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, there is no general procedure for hiring new staff which is applicable to all business enterprises. Enterprises എന്ന് പറഞ്ഞാൽ സംരംഭങ്ങൾ. എല്ലാ ബിസിനസ് സംരംഭങ്ങൾക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയർ ഇല്ല. എന്തിന്? ഫോർ ഹിയറിംഗ് ന്യൂ സ്റ്റാഫ്. ഒരു പുതിയ സ്റ്റാഫിനെ നിയമിക്കുന്നതിന് ഓരോ ബിസിനസ് സംരംഭങ്ങൾക്കും ജനറൽ ആയിട്ട് ഇന്ന രീതിയിൽ വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനറൽ പ്രൊസീജിയർ ഇല്ല എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ അവിടെ പറഞ്ഞേക്കുന്നത്? ഈച്ച് എന്റർപ്രൈസസ് ഹാസ് ഇറ്റ്സ് കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ. ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ സംരംഭങ്ങൾക്കും അവരുടേതായ ഒരു കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ ഉണ്ട്. എന്തിനു വേണ്ടി? ഈ പുതിയ സ്റ്റാഫുകളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്താണ്? കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്രകാരം അല്ലെ, അവർക്കുടെ ഇതനുസരിച്ച് തന്നെ. അപ്പൊ അതായത് ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ റിക്രൂട്ട് ചെയ്യുന്ന സ്ക്രോൾ ആയിപ്പോയി.
അപ്പൊ നമ്മുടെ ഇപ്പൊ ഓർഗനൈസേഷനിൽ ആ ഹിയർ ചെയ്യുന്ന പുതിയ കാൻഡിഡേറ്റ്സിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആയിരിക്കില്ല വേറൊരു സ്ഥാപനത്തിൽ ചെയ്യുന്നത്. അതാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഓരോ ഓർഗനൈസേഷനിലും റിക്രൂട്ട്മെന്റ് രീതി വ്യത്യാസപ്പെടാം. അവിടെ ഒരു ജനറൽ ആയിട്ടുള്ള പ്രൊസീജിയർ ഇല്ല. അതെങ്ങനെയാണ് കസ്റ്റമേഴ്സ് പ്രൊസീജിയർ? ഓക്കെ, ഈ ഓരോ സ്ഥാപനവും ഓരോ സംരംഭങ്ങളും എങ്ങനെയാണ് കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ ആണ്. അതായത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്രകാരം എന്തിനാ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തില്. ഓക്കെ, customized procedure which brings it desired quantity and quality of manpower at minimum cost. ഓരോ എന്റർപ്രൈസസിനും അതിൻ്റെതായ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിലുള്ള നടപടിക്രമങ്ങളാകാം. പക്ഷെ അവിടെ എന്ത് കാര്യം നോക്കണം? അതിന്റെ ക്വാണ്ടിറ്റി. കണ്ടോ, ക്വാണ്ടിറ്റി ക്വാളിറ്റി. എത്ര എംപ്ലോയീസിന് വേണം അത് നിർബന്ധമായിട്ടുള്ള അത് ഡിസൈഡ് ചെയ്യണ്ടേ അല്ലേ? ഏത് റിക്രൂട്ട്മെന്റിന് ഏത് നടപടിക്രമം എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് അവിടെ നിർണ്ണയിക്കുന്നത് കാര്യങ്ങള്? ഒരു എന്താണ് അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൺസിഡർ ചെയ്യണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടെ. അത് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, ആ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഓഫ് മാൻ പവർ അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്. എന്താ അത് എങ്ങനെയായിരിക്കണം? ഏറ്റവും സാധ്യമായ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചെലവില്, കണ്ടോ, ഏറ്റവും കുറഞ്ഞ സാലറിയില് ടാലന്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയാണ് എന്ത്? അതാണ് ശരിക്കും ഒരു ഓർഗനൈസേഷന്റെ വിജയം എന്ന് പറയുന്നത്. കുറെ കാശ് ചെലവാക്കിയിട്ട് കാര്യമുണ്ടോ? കുറഞ്ഞ കോസ്റ്റില് എന്താണ് ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക. കുറഞ്ഞ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റിനും പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ സാലറിയിലും അല്ലെ, കുറഞ്ഞ സാലറിയില് ടാലന്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതോടെയാണ് അതാണ് ശരിക്കും ഒരു ഓർഗനൈസേഷന്റെ വിജയം എന്ന് പറയുന്നത്. കേട്ടോ, ഏറ്റവും കുറഞ്ഞ ചെലവില് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ അത്രയും എണ്ണം എംപ്ലോയീസ്, അതേ ക്വാളിറ്റിയിലുള്ള അതേ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ അതേ എബിലിറ്റി ഉള്ള എംപ്ലോയീസ് എങ്ങനെ വേണം? അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്. അതാണ് എന്താ ഓരോ ഓർഗനൈസേഷന്റെയും വിജയം എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Each enterprises has its customized procedure. അതെന്താണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്? ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മാൻ പവർ എങ്ങനെയായിരിക്കണം? അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്. കുറഞ്ഞ ചെലവില് നല്ല ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ നല്ല അത്രയും കറക്റ്റ് ക്വാണ്ടിറ്റിയിലുള്ള എംപ്ലോയീസ്. അതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് സെന്റൻസ് അതിനകത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി നെക്സ്റ്റ്, ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്രൂട്ട്മെന്റ്. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി കാണുക. മുൻകൂട്ടി കാണുക. എത്ര എംപ്ലോയീസ് വേണം, അണ്ടോ, എത്ര ജോലിക്കാർ അവിടെ വേണം, എത്ര വേക്കൻസി ഉണ്ട്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ജസ്റ്റ് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് ഇതല്ലേ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എത്ര എംപ്ലോയീസ് വേണം, ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് ക്വാളിഫിക്കേഷനുള്ള എംപ്ലോയീസ് വേണം എന്നൊക്കെ എന്താണ് ആ റിക്രൂട്ട്മെന്റിന് മുന്നേ തന്നെ നമ്മൾ മുൻകൂട്ടി കാണണം അല്ലെ? മാൻ പവറിന്റെ ആവശ്യകത, റിക്രൂട്ട്മെന്റിന്റെ എണ്ണം, എത്ര പേര് റിക്രൂട്ട് ചെയ്യണം, ഇതൊക്കെ മുൻകൂട്ടി കാണണം. അതാണ് പറഞ്ഞിരിക്കുന്നത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്. മാൻ പവറിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യകത നമ്മൾ മുൻകൂട്ടി കാണണം. ഓക്കെ, requisition or an intent for recruitment should be submitted by the line officials. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ലൈൻ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ലൈൻ മാനേജേഴ്സ് ആണ് കേട്ടോ. ഓരോ ഫ്ലോറിലെയും അല്ലെങ്കിൽ ഓഫീസിലെയും പ്രധാനപ്പെട്ട ആ റിക്രൂട്ട്മെന്റ് ചുമതലയുള്ള ഓഫീസറാണ് ലൈൻ ഒഫീഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈൻ മാനേജർ എന്ന് പറയുന്നത് ആ റിക്രൂട്ട്മെന്റിന്റെ ചുമതലയുള്ള ഓഫീസറാണ് കേട്ടോ. അവർക്ക് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. റിക്വസിഷൻ അല്ലെങ്കിൽ ഇന്റന്റ് സബ്മിറ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അത് ആർക്കാണെന്നുള്ളത് ചോദിക്കാം കേട്ടോ. A requisition or an intent for recruitment should be submitted by the dash. ആർക്ക് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞേ? ലൈൻ ഒഫീഷ്യർ ഓർ ലൈൻ മാനേജേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ
ആ ഇന്റന്റ് എന്ത് ചെയ്യുന്നു? ഇന്റന്റ് അല്ലെങ്കിൽ റിക്വസിഷൻ. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓർഡർ, ഇത്ര എംപ്ലോയീസ് വേണം എന്ന് കാണിക്കുന്ന ഒരു ഓർഡർ ആർക്ക് കൊടുക്കും? ലൈൻ ഒഫീഷ്യലിന് സബ്മിറ്റ് ചെയ്യും. അപ്പൊ ആ ഇന്റന്റ് ആര് എന്നിട്ട് വെറുതെ അത് നമ്മൾ അപ്രൂവ് കൊടുക്കാൻ പറ്റുമോ? ഇന്റന്റ് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. The intent should be checked against the post allotted to the department or branch. ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ബ്രാഞ്ച് അലോട്ട് ചെയ്ത പോസ്റ്റ് അല്ലെ, അതിൽ അത്രയും തന്നെ വേക്കൻസി ഉണ്ടോ അല്ലെങ്കിൽ അത്രയും ആളുകൾ വേണോ എന്നുള്ള കാര്യമൊക്കെ ആ ഇന്റന്റ് ചെക്ക് ചെയ്യും. രണ്ടാമത്തെ ഇതാട്ടോ, ഇന്റന്റ് ചെക്ക് ചെയ്യും. ആദ്യം എന്ത് ചെയ്യും? ആ റിക്വസിഷൻ അല്ലെങ്കിൽ ഇന്റന്റ് ലൈൻ ഒഫീഷ്യലിന് സബ്മിറ്റ് ചെയ്യും, ആ ലൈൻ മാനേജറിന് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ചെക്ക് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് കേട്ടോ, അത് ചെക്ക് ചെയ്യും. ഇനി നോക്കിയേ, ഇഫ് ദ ഇന്റന്റ് ആർ ഫൗണ്ട് കറക്റ്റ്. അപ്പൊ ആ ഇന്റന്റ് അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ, റിക്വസിഷൻ അതിനൊക്കെ അതൊക്കെ അതിനകത്തുള്ളത് കറക്റ്റ് ആണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ, ശരിയാണ് 10 എംപ്ലോയീസ് തന്നെ വേണം എന്നുള്ളത് കണ്ടെത്തുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? The proposed requirements are authorized and the initial pay, the scale and the admissible allowance are decided. അപ്പൊ അങ്ങനെ നമ്മൾ കറക്റ്റ് ഇത്രയും ഇത് വേണമെന്ന് ഫൗണ്ട് ചെയ്യുകയാണെങ്കിൽ സാലറി അല്ലെ, ഇനിഷ്യൽ പേ എന്നുവെച്ചാൽ സാലറി, ഇനിഷ്യൽ സാലറി, സ്കെയില്, അവർ ഏത് സ്കെയിലാണ്, അവിടെ വരുന്ന അലവൻസുകൾ, അവർക്ക് അനുവദിച്ചിട്ടുള്ള അഡ്മിസിബിൾ എന്ന് പറഞ്ഞാൽ അനുവദനീയമായ അലവൻസുകൾ, ഇതൊക്കെ ഡിക്ലെയർ ചെയ്യും. അത് അംഗീകരിച്ചിട്ട് അത് എന്തൊക്കെയാണ് അതിന്റെ സാലറി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഡിക്ലെയർ ചെയ്യും. ഇനി അടുത്തത് എന്താ? ഇൻ ദ എൻഡ്, അതിന്റെ അവസാനം എന്ത് ചെയ്യുന്നു? ജോബ് സ്പെസിഫിക്കേഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ജോലിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതും. അത് മാൻ സ്പെസിഫിക്കേഷൻ, മാൻ പവർ അല്ലെ, വ്യക്തിഗത പ്രത്യേകതകളും ഇതെല്ലാം ഡിസൈഡ് ചെയ്യും ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജറുമായിട്ട് കൂടി ആലോചിച്ചിട്ട് ജോബ് സ്പെസിഫിക്കേഷനും മാൻ സ്പെസിഫിക്കേഷൻ, അതായത് വ്യക്തിഗത പ്രത്യേകതകളും ഒക്കെ തീരുമാനിക്കും. അത്രയാണ് ഇത്രയും ആ ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റിൽ വരുന്ന. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു ഇന്റന്റ് അല്ലെങ്കിൽ റിക്വസിഷൻ ലൈൻ ഓഫീസറിന് സബ്മിറ്റ് ചെയ്യും, ലൈൻ മാനേജറിന് സബ്മിറ്റ് ചെയ്യും. അവിടെ എന്ത് ചെയ്യും? എന്നിട്ട് അത് ചെക്ക് ചെയ്യും, കറക്റ്റ് ആണോ, ഇത്രയും വേക്കൻസി അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വേണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അത് എന്നിട്ട് മൂന്നാമത്തെ ഇതിനകത്ത് പറയുന്നത് ഇന്റന്റ് കറക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് പിന്നെ അടുത്തത് പറയുന്നത്? അവർക്ക് അനുവദിച്ചിട്ടുള്ള ആ റിക്രൂട്ട്മെന്റിന് നമ്മൾ പ്രപ്പോസ്ഡ് റിക്രൂട്ട്മെന്റ് ആർ ഓതറൈസ്ഡ്, അവർ അംഗീകരിച്ചിട്ട് അതിലുള്ള സാലറി എത്രയാണ്, സ്കെയില്, അവർക്കുള്ള അലവൻസുകൾ ഇതെല്ലാം ഡിസൈഡ് ചെയ്യും. നെക്സ്റ്റ് അടുത്തത് എന്താ പറയുന്നത്? നാലാമത്തെ കാര്യമായിട്ട് പറഞ്ഞേക്കണ ഏത് ജോലിയിലാണോ, ഏത് ക്വാളിഫിക്കേഷൻ ആണോ എന്നൊക്കെ എവിടെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലൈൻ മാനേജറുമായിട്ട് കൂടി ആലോചിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ ജോബിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഡിസൈഡ് ചെയ്യും, തീരുമാനിക്കും. ഓക്കെ, അത് ലാസ്റ്റ് സെന്റൻസും അതിലൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഓക്കെ, ഇനി ഓക്കെയാണോ? അത് ക്ലിയർ ആയോ? 4 കാര്യങ്ങൾ അതിൽ പറഞ്ഞത് ഓക്കെ അല്ലേ? അടുത്തയിലേക്ക് പോകാം നമുക്ക്. ഇനി നോക്കിയ ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇതെല്ലാം ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ എവിടെ നിന്നാണ് ഇവരെ കിട്ടുക? ഈ എംപ്ലോയീസിനെ എവിടെ നിന്ന് കിട്ടണേന്നുള്ള. അപ്പൊ നമ്മൾ ആ ഓർഗനൈസേഷനിൽ എത്ര വേക്കൻസി ഉണ്ട്, അത് വേക്കൻസി ഫില്ല് ചെയ്യാൻ അതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചു. ഇനി ആ എംപ്ലോയീസിനെ നമുക്ക് കിട്ടണ്ടേ? അതിന് നമുക്ക് ആ ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറവിടം. ആ റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസ് ഡെവലപ്പ് ചെയ്യുക. അത് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് എംപ്ലോയീസിന് കിട്ടുക? അത് 3 രീതിയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ നമ്മൾ പറയുന്നത് അതിനകത്ത് പ്രധാനമായിട്ട് 2 എണ്ണം. അതിന്റെ താഴെ മെത്തേഡ് വേറെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് അത് പറയാം 3 എണ്ണം. ഇപ്പൊ ഇത് നോക്കിയേ, ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിനെ നമ്മൾ 2 സോഴ്സ് ആണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇന്റേണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്? ഏതൊക്കെയാണ്? ഇന്റേണൽ സോഴ്സസ്, then അടുത്തത് എക്സ്റ്റേണൽ സോഴ്സസ്. കിട്ടിയോ?
ഏതൊക്കെയാണ് രണ്ട് സോഴ്സുകൾ ഈ എംപ്ലോയീസിന് കിട്ടാനുള്ള സോഴ്സ് ആയിട്ട് ഉറവിടങ്ങളാണ്. ഇന്റേണൽ സോഴ്സസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ക്യാൻ ഫുൾഫിൽ ദ ജോബ് പൊസിഷൻ ഫ്രം ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. അതായത് ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു വേക്കൻസി ഫിൽ ചെയ്യുന്നു. അതാണ് ഏത് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് അവിടെ ഒരു മാനേജറിന്റെ, ഒരു അസിസ്റ്റന്റ് മാനേജറിന്റെ വേക്കൻസി വന്നു. അപ്പൊ അവിടെ എംപ്ലോയീസിന് വേറെ ഒന്നും അവർ തപ്പാൻ പോകൂല. എവിടെ നിന്ന് തന്നെ എടുക്കും? ആ ഓഫീസിൽ ഓൾറെഡി ഉള്ള, ആ സ്ഥാപനത്തിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ആളെ, നമുക്ക് അതേ ക്വാളിഫിക്കേഷനുള്ള ആളെ തന്നെ എന്ത് ചെയ്യും? ആ പോസ്റ്റിലേക്ക് കൊടുക്കും. ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യിപ്പിക്കും. അയാൾ ആ സ്ഥാനത്തേക്ക് പ്രൊമോഷൻ ആയിട്ട് കൊടുക്കും. ക്ലിയർ ആയോ? അപ്പൊ വേറെ എവിടെയോ ഒന്നും അന്വേഷിക്കേണ്ടി വരില്ല. അതാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സോഴ്സ് ആണ് കേട്ടോ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗനൈസേഷന് ഉള്ളിൽ നിന്ന് തന്നെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്തിട്ട് ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യും. ക്ലിയർ ആയോ? എന്താണ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്? ക്ലിയർ ആയോ? ഒരു ഐഡിയ കിട്ടിയ എന്താണെന്നുള്ളത്? ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആളുകളെ ആ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് നമുക്ക് എന്നിട്ട് വായിച്ചു നോക്കാം കേട്ടോ. നോക്കി എന്താണ്? നോക്കിയേ, ദീസ് കൺസിസ്റ്റ് ഓഫ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് അല്ലെ? എംപ്ലോയീസ് ആണ്. ഹു ആർ ഓൾറെഡി ഓൺ ദ പേറോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഇറ്റ്സ് പ്രസന്റ് വർക്കിംഗ് ഫോഴ്സ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ്. ശരിയാണ്, സ്റ്റാഫ് ആണ്. അപ്പൊ അതായത് അവിടെ ഓൾറെഡി അവിടെയുള്ള എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ്, അതാണ് പ്രസന്റ് വർക്കിംഗ് ഫോഴ്സ്. ഇപ്പൊ ഓൾറെഡി ആ ഒരു സ്ഥാപനത്തിൽ 1000 പേരുണ്ട് എന്ന് വിചാരിക്കാം. അതിൽ നിന്ന് ഒരാളെ ആയിരിക്കും ആ ഒരു പൊസിഷനിലേക്ക് ഫില്ല് ചെയ്യാൻ വെക്കുന്നത്. കണ്ടോ? അതാണ് പറയുന്നത്. കണ്ടോ? അവിടെ എന്താ പേറോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പേറോൾ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും അവരുടെ പേര്, അവരുടെ സാലറി, ഈ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലിസ്റ്റ് ആണ് കേട്ടോ പേറോൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഓൾറെഡി ആ ഒരു ഓർഗനൈസേഷനിൽ എല്ലാവർക്കും ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. പേരും ഉണ്ടാവും, അവരുടെ സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും അല്ലെ? അതനുസരിച്ച് അത് നോക്കിയിട്ട് പ്രസന്റ് വർക്ക് ഫോഴ്സിൽ നിന്ന് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, അവിടെ നിലവിലുള്ള എംപ്ലോയീസ് തന്നെയാണ് എന്ത് ചെയ്യുന്ന ആ ഒരു വേക്കൻസിയിലേക്ക് അവര് നിയമിക്കുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. Whenever any is reported, somebody from within the organization will be upgraded, transferred, promoted, or sometimes demoted. ഇനി എന്തെങ്കിലും അവിടെ whenever any is reported, ആരെങ്കിലും somebody from ഓർഗനൈസേഷനിൽ നിന്ന് ആരെങ്കിലും അങ്ങനെയുള്ള ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ ഉയർന്ന ഒരു ഇതിലേക്ക് സ്ഥാനം കൊടുക്കാം അല്ലെ? അങ്ങനെ എവിടെയെങ്കിലും ഓർഗനൈസേഷനിൽ ഒരു വേക്കൻസി വരികയാണെങ്കിൽ അവർക്ക് ഒരു ഉയർന്ന അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉയർന്ന സ്ഥാനം കൊടുക്കാം. അല്ലെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേഡ് വ്യത്യാസം വരൂല. ഇപ്പൊ ഞാൻ ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിലേക്ക് തന്നെ വേറെ ഒരു ഇതിലേക്ക് മാറ്റുക. സെയിം ലെവലായിരിക്കും, അവർക്ക് സാലറി സെയിം ആയിരിക്കും, സാലറിയിൽ ഒന്നും വ്യത്യാസം വരില്ല. അതാണ് ട്രാൻസ്ഫർ. അടുത്ത പ്രൊമോട്ടഡ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ താഴെ ലെവലിൽ നിന്ന് ഉയർന്ന ലെവലിലേക്ക് പോകുകയാണ്. ആ ലെവല് വ്യത്യാസം വരും, അതനുസരിച്ച് സാലറിയിലും വ്യത്യാസം വരും. ഡിഫറൻസ് മനസ്സിലായോ? ട്രാൻസ്ഫറും പ്രൊമോഷനും തമ്മിലുള്ളത്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സെയിം ലെവലിൽ തന്നെയാ, സാലറിയിൽ ഒന്നും വ്യത്യാസം വരുന്നില്ല. പക്ഷെ പ്രൊമോഷൻ ആണെങ്കിൽ എന്താ? വേറെ അവര് പഴയ താഴെ കടയിലായിരുന്നു, താഴെ ലെവൽ ഉയർന്ന പൊസിഷനിലേക്ക് മാറ്റിയാണ്. അപ്പൊ ഓൾറെഡി എന്ത് ചെയ്യും? ആസ് യൂഷ്വൽ എന്താണ്? സാലറിയിൽ വ്യത്യാസം വരും, ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം വരും, അതൊക്കെ ഉണ്ട്. ഓർ സംടൈംസ് ഡിമോട്ടഡ്. അല്ലെങ്കിലോ ചില സമയത്ത് ഡിമോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാന ഇറക്കം, പണിഷ്മെന്റ്. അവർക്ക് ചിലപ്പോ എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൂടി കൊടുക്കും? അവർക്ക് പണിഷ്മെന്റ് കൊടുക്കും അല്ലെ? ഉയർന്ന താഴെയിലേക്ക് മാറ്റൂലേ? ഇല്ലേ? അങ്ങനെ പണിഷ്മെന്റ് കൊടുത്ത് അവര് താഴെ ഇതിലേക്ക് മാറ്റൂലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഓർഗനൈസേഷന് ഉള്ളിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങളാട്ടോ പറഞ്ഞേക്കണത്. എന്തെങ്കിലും ആ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾ അവരെ ആ ഒരു വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാണ് ഫ്രണ്ടിന്റെ ഓർഗനൈസേഷൻ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ഉയർന്ന സ്ഥാനം കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കാം, പ്രൊമോഷൻ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പണിഷ്മെന്റും കാര്യങ്ങളും കൊടുക്കാം. അതാണ്. ഇനി അടുത്തത് നോക്കിയേ, അടുത്തത് എന്താണ്?
എക്സ്റ്റേണൽ സോഴ്സസ്. അപ്പൊ എവിടെ നിന്നായിരിക്കും എംപ്ലോയീസിനെ എടുക്കുന്ന? ഒരു വേക്കൻസി ഉണ്ട്, ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനെ എംപ്ലോയീസിനെ എവിടെ നിന്നാണ് എടുക്കുന്നത്? പുറത്ത് നിന്ന്. കണ്ടോ, സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്നല്ല, വേറെ ഔട്ട്സൈഡ്. അതാണ് കേട്ടോ. ഓർഗനൈസേഷൻ ക്യാൻ ഫുൾഫിൽ ദ ജോബ് പൊസിഷൻ ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. അത്ര ഓർത്താൽ മതി. ഇന്റേണൽ ആണെങ്കിൽ ഇൻസൈഡ് ദ ഓർഗനൈസേഷനിൽ നിന്ന് ആളുകളെ എടുക്കുന്നു, റിക്രൂട്ട് ചെയ്യുന്നു. എക്സ്റ്റേണൽ ആണെങ്കിലോ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ പുറത്ത് നിന്നാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. The sources which lies consist outside the organization. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും നോക്കി വെച്ചോ. അവിടെ നോക്കിയേ, ഔട്ട്സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. യൂഷ്വലി ഇൻക്ലൂഡ്സ്, അതിൽ ആരൊക്കെയാ വരുന്നേ? ആരൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നതെന്ന് നോക്കിയേ. ന്യൂ ഫസ്റ്റ് എൻട്രൻസ്, ന്യൂ എൻട്രൻസ്, അതായത് പുതിയതായിട്ട് പ്രവേശിക്കുന്ന ആളുകൾ. ഏതിലേക്ക്? ലേബർ ഫോഴ്സിലേക്ക്, ആ തൊഴിൽ മേഖലയിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്ന ആള്, അല്ലെ? ദാറ്റ് ഈസ് യങ്, ചെറുപ്പം ആളുകളാകാം. മോസ്റ്റ്ലി ഇൻഎക്സ്പീരിയൻസ്ഡ്, എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഫ്രഷേഴ്സ് ആണ്, അല്ലെ? പുറത്തുനിന്ന് എടുക്കാണ്, പുതിയ കാൻഡിഡേറ്റിനെ എടുക്കാണ്. അപ്പൊ അവര് ഫ്രഷേഴ്സ് ആവാം, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാവാം. പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, മോസ്റ്റ്ലി ഇൻഎക്സ്പീരിയൻസ്ഡ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, അതായത് കഴിവുള്ള എംപ്ലോയീസ്, കോളേജ് സ്റ്റുഡൻസ്, ഇവരെയൊക്കെ ആകാം ന്യൂ എൻട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പുതിയതായിട്ട് നമ്മൾ നിയമിക്കുകയാണ്. അവർക്ക് ആ ഒരു സ്ഥാപനത്തെ കുറിച്ചോ അതിനെ കുറിച്ചോ ഒന്നും അറിവില്ല, അല്ലെ? പഴയ ആളുകളാണെങ്കിലോ, ഇന്റേണൽ സോഴ്സ് ആണെങ്കിൽ അവർക്ക് അറിയാം, വർഷങ്ങളായിട്ട് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്, ആ സ്ഥാപനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസും ഒക്കെ അവർക്ക് അറിയാം. പക്ഷെ എക്സ്റ്റേണൽ സോഴ്സ് ആകുമ്പോൾ പുറമെ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു സ്ഥാപനത്തെ കാണുന്നത് പോലും, അല്ലെ? ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് അറിഞ്ഞ് നമ്മള് പെട്ടെന്ന് വന്ന് ഒരു ബയോഡേറ്റ ഒക്കെ കൊടുത്തോ അല്ലെങ്കിൽ എന്താ അങ്ങനെയൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അവര് വന്ന് നമുക്ക് വല്ല ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ, മെത്തേഡുകൾ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒക്കെ നടത്തിയിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് വേറെ പരിചയമൊന്നും ഇല്ലാത്ത പുതിയ ലേബർ ഫോഴ്സിൽ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്, അതായത് യങ്ങാവാം, ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാകാം, പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, അങ്ങനെ കഴിവുള്ളവരാകാം, കോളേജ് സ്റ്റുഡൻസ്. എന്താ? കോളേജ് സ്റ്റുഡൻസ് ആകാം, കോളേജ് സ്റ്റുഡൻസും ആകാം. ഇനി അടുത്ത് നോക്കിയേ, ദ അൺഎംപ്ലോയിഡ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിൽ രഹിതര്. അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ തൊഴിൽ രഹിതര്. വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, നല്ല സ്കില്ലും കഴിവുകളും ഒക്കെ ഉള്ള അൺഎംപ്ലോയിഡ്, തൊഴിലില്ലാത്തവരാകാം. റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ, റിട്ടയർഡ് ആയിട്ടുള്ള, അല്ലെ? കുറച്ച് വർഷങ്ങളൊക്കെ ജോലിയിൽ നിന്ന് അവര് റിട്ടയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസ് ആകാം. എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് എടുക്കുന്നവര്, അതേഴ്സ്, മറ്റുള്ളവരും ആകാം. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ABC ഒന്ന് നോട്ട് ചെയ്തോ. പുതിയതായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്നവര്, അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ്, തൊഴിൽ രഹിതരായിട്ടുള്ളവര്, അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസ്. ക്ലിയർ ആയില്ലേ? അത് രണ്ട് സോഴ്സുകള്, സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇന്റേണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. എക്സ്റ്റേണൽ ആകുമ്പോൾ ആ സ്ഥാപനത്തിൽ നിന്നല്ല, പുറമേ ഉള്ള ഒരു സോഴ്സിൽ നിന്നാണ്, പുറമേ ഉള്ളതിൽ നിന്നാണ് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തൊരു എലമെന്റ് എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. മെത്തേഡ് ഏതൊക്കെയാണ്? റിക്രൂട്ട്മെന്റിനുള്ള മെത്തേഡുകളാണ് പറയുന്നത് കേട്ടോ. അവിടെ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, നേരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം. അടുത്തത് ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. അടുത്തത് തേർഡ് പാർട്ടി മെത്തേഡ് ഉണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്, ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ്, തേർഡ് പാർട്ടി മെത്തേഡ്സ്. Direct methods, indirect methods, third party methods. Direct method എന്ന് പറഞ്ഞാൽ എന്താ? Direct method എന്താ? Okay, this consists of sending traveling recruiters
to educational and professional institution. Employees contact with the public and managed exhibits. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവാം. ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ പോലെ വന്നിട്ടുണ്ടോ? അതായത് ഈ റിക്രൂട്ടർ എന്ന് പറഞ്ഞ ആരാണ്? റിക്രൂട്ട് ചെയ്യുന്ന ആള് അല്ലെ? റിക്രൂട്ട് ചെയ്യുന്ന ആളല്ലേ, നിയമിക്കുന്ന ആളാണ് റിക്രൂട്ടർ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? അവര് ഓർഗനൈസേഷനിൽ നിന്ന്, ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ നേരിട്ട് പോയിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യും. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. നേരെ പോകും, നേരെ ചെന്ന്. അപ്പൊ റിക്രൂട്ടറും എംപ്ലോയിയും നേരെ ചെന്നിട്ട് അവരെ എന്താണ് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് അവരെ സെലക്ട് ചെയ്യും. അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഡയറക്റ്റ് മെത്തേഡിൽ എന്താണ്? റിക്രൂട്ടേഴ്സിനെ നേരെ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്യാമ്പസുകള്, ആ എംപ്ലോയീസ് അങ്ങോട്ടേക്ക് അവർ പോകുകയാണ്. എന്താണ്? അവിടെയുള്ള കാൻഡിഡേറ്റ്സുമായിട്ട് കോൺടാക്ട് ചെയ്യും. നേരെ എംപ്ലോയീസുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇന്റർവ്യൂ നടത്തി നേരെ സെലക്ട് ചെയ്യുന്നു. One of the widely used direct method is that of sending recruiters to colleges and technical school. കോളേജുകളിലേക്കും ടെക്നിക്കൽ സ്കൂളിലേക്കും ഒക്കെ റിക്രൂട്ടേഴ്സിനെ അയക്കുന്നു. അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ? സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന, സ്കൂളിലല്ല കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നൊക്കെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നേരെ സെലക്ട് ചെയ്യാണ് അല്ലെ? ഡയറക്റ്റ് മെത്തേഡാണ്, വളഞ്ഞ വഴി ഒന്നുമല്ല. എന്താണ്? നേരെ അവര് വന്നു, റിക്രൂട്ടേഴ്സ് ആ ഒരു സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട് അല്ലെ? അവരിവിടെ ഇട്ടിട്ടുണ്ട്. അതായത് നേരെ വന്ന് അവര് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? ആ റിക്രൂട്ടേഴ്സ് നേരിട്ട് ആ ഒരു സ്ഥാപനത്തിലേക്ക്, ഇപ്പൊ കോളേജ് ആണെങ്കിൽ കോളേജിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ടാലന്റ് ആയിട്ടുള്ള ആളുകളെ, കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അതാണ്. രണ്ടാമത്തേതാണ് നോക്കി ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ എങ്ങനെയാന്ന് നോക്കിയേ? അഡ്വർടൈസിങ് ഇൻ ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കൊടുക്കും, അല്ലെങ്കിൽ റേഡിയോയില്, അല്ലെങ്കിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞേക്കുന്ന ജോലി തരുന്ന എന്തെങ്കിലും പോർട്ടലുകളൊക്കെ ഇല്ലേ, അങ്ങനെ അവിടെ ഒരു പരസ്യമൊക്കെ കൊടുക്കണം. അപ്പൊ നേരെ വരൂല, റിക്രൂട്ടേഴ്സ് നേരെ വരൂല. നമ്മൾ രാവിലെ കേൾക്കുമ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് കേൾക്കുകയാണ്, ഇന്ന സ്ഥാപനത്തിൽ ഇന്ന വേക്കൻസിയിൽ ഒഴിവുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. കണ്ടോ? അഡ്വർടൈസിങ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, ഇങ്ങനെയുള്ള. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് വരില്ല, അത് മുഖ്യാന്തരമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത് അല്ലെ? അത് പ്രൊഫഷണൽ ജേർണൽസ്, ടെക്നിക്കൽ മാഗസീൻ, ബ്രോഷേഴ്സ് ആർ മോസ്റ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ ദിസ് മെത്തേഡ്. ഇതെല്ലാം ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്നേ. അതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഏതൊക്കെയാ വന്നേന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിനകത്ത് ഡയറക്റ്റ് മെത്തേഡിൽ ക്യാമ്പസ് സെലക്ഷൻ പറയാം കേട്ടോ. ക്യാമ്പസ് സെലക്ഷനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ തൊഴിൽ മേളകളൊക്കെ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ അവിടെ പറയും. നേരെ വന്ന് സെലക്ട് ചെയ്യും. ഇൻഡയറക്റ്റ് ആകുമ്പോൾ നേരെ വരൂല, എന്താണ്? അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ പ്രൊഫഷണൽ ജേർണൽസ്, മാഗസീൻസ്, ബ്രോഷേഴ്സ്, അതുവഴി അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് ഇൻഡയറക്റ്റില്. ഇനി മൂന്നാമത്തെയാണ് തേർഡ് പാർട്ടി മെത്തേഡ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാം കക്ഷി. അതായത് നമ്മുടെ രണ്ടു പേർക്കിടെ ഇടയിൽ ഇടനിലക്കാരനായിട്ട് ഒരാളുണ്ടാവും. നിങ്ങളും ചിലപ്പോ അങ്ങനെ എന്താ ഏജൻസിയിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് ബയോഡേറ്റയൊക്കെ കൊടുത്ത് പൈസയൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു സ്ഥാപനത്തില്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒഴിവ് വരികയാണെങ്കിൽ ആ ഏജൻസി ആണ് നമ്മളെ അറിയിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഏജൻസിയിൽ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? അപ്പൊ ആ ജോലി വേക്കൻസി ഉണ്ടെന്ന് നമ്മൾ നേരെയല്ല അറിയണത്. ആര് വഴിയാ? ആ ഏജൻസി വഴി അറിയുന്നത്. ആ ഏജൻസി നമ്മളെ വിളിച്ചു പറയൂ അല്ലെ? അതുണ്ട്, കൺസൾട്ടൻസി. ഓക്കെ, അതാണ് തേർഡ് പാർട്ടി മെത്തേഡ്. യൂസ് ഓഫ് കൊമേഴ്ഷ്യൽ ഓർ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, സ്റ്റേറ്റ് ഏജൻസീസ്, പ്ലേസ്മെന്റ് ഓഫ് ഓഫീസ് ഓഫ് സ്കൂൾസ്, കോളേജസ് ആൻഡ് അങ്ങനെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അവര്. ചില കോളേജൊക്കെ പ്ലേസ്മെന്റ് പഠിച്ചിറങ്ങി കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അസോസിയേഷൻ വഴി, റിക്രൂട്ടിംഗ് ഫേംസ്, മാനേജ്മെന്റ് കൺസൾട്ടിംഗ് ഫേംസ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അങ്ങനെ അതുവഴി. അപ്പൊ അതെന്താ? നമ്മുടെ ആ എംപ്ലോയറിനും എംപ്ലോയിക്കും ഇടയിൽ ഒരു തേർഡ് പാർട്ടി വരുന്നുണ്ട്. ഓക്കെ,
അതൊക്കെ അതിന് തേർഡ് പാർട്ടി മെത്തേഡിൽ വരുന്നതാണ്. കിട്ടിയോ? തേർഡ് പാർട്ടി മെത്തേഡ്സ് ക്ലിയർ ആയോ? നമ്മുടെ ഇടയിൽ ആരുണ്ട് അവിടെ? ഒരു പ്രൈവറ്റ് പാർട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അവര് ഒരു ഏജൻസി ആണെങ്കിൽ ഒരു ഏജൻസി ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു മെസ്സേജ് ചെയ്തിട്ടു കൺസൾട്ടൻസി അല്ലെ, ഒരു ഏജൻസി അവിടെ ഉണ്ട്. അപ്പൊ അതുവഴിയായിരിക്കും നമ്മളെ ഇങ്ങനെ ഒരു ജോലിയെ കുറിച്ചൊക്കെ അറിയുന്നത് തന്നെ. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ അവരറിയിക്കും. അപ്പൊ നമ്മള് എന്താ പറയാ, അതുവഴിയാണ് അവര് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇപ്പൊ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പറഞ്ഞിട്ടില്ലേ പ്ലേസ്മെന്റ് കാര്യങ്ങള്, അപ്പൊ സ്കൂളിൽ പഠിച്ച ആ സ്കൂളുകാരല്ലേ നമ്മൾ അതിലേക്ക് ആക്കുന്നത്, അല്ലെങ്കിൽ കോളേജുകാരാണ് ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഒഴിവിലേക്ക് നമ്മളെ ആക്കുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടി മെത്തേഡ്. തേർഡ് പാർട്ടി മെത്തേഡ്. ഇപ്പൊ 3 മെത്തേഡുകൾ ഏതൊക്കെയാണ്? അതൊക്കെ നമ്മൾ പറഞ്ഞ 3 മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു, ഇൻഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു, തേർഡ് പാർട്ടി മെത്തേഡ് പറഞ്ഞു. അത് 3 ഒന്നും നോക്കി വെക്കണം. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ടർ നേരെ ആ സ്ഥാപനത്തിലേക്ക് പോയിട്ട് അല്ലെ, സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് അവിടുത്തെ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യും. രണ്ടാമത്തെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നേരെ വരൂല, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിലൂടെയാണ് അവര് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ഇൻ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആ റിക്രൂട്ടർക്കും എംപ്ലോയീസിനും ഇടയിൽ ആരുണ്ട്? അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനും ഇടയിൽ ഒരു ഏജൻസിയൊക്കെ ഉണ്ട്. അത് മുഖാന്തരമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ ഈ സെക്ഷൻ? മെത്തേഡുകൾ 3 മെത്തേഡും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഒന്ന് മനസ്സിലാക്കി വെക്കാം. അത് ഏതൊക്കെയാണെന്നുള്ളതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇനി അടുത്തതാണ് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. ഇനി എന്താ അടുത്തത് പറഞ്ഞേക്കണേ? അസസ് ചെയ്യണം, ഇതിനെ വിലയിരുത്തണം. നമ്മൾ റിക്രൂട്ട്മെന്റ് സോഴ്സസ് നമ്മളെന്താ പല സമയത്ത് ഒക്കെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഒരു പീരിയോഡിക്കലി എന്നാ പറഞ്ഞേക്കണേ, അതിനെ അസസ് ചെയ്യണം. ഒരു നോക്കിയ റിക്രൂട്ടിംഗ് സോഴ്സസ് ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. പീരിയോഡിക്കലി അസസ്. ഫോർ ദിസ് പർപ്പസ്, ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്താ കുറച്ച് ക്രൈറ്റീരിയ. അതപ്പോ നമ്മൾ പറഞ്ഞു റിക്രൂട്ടിംഗ് സോഴ്സസ് നമ്മൾ ഇടയ്ക്ക് പീരിയോഡിക്കലി അസസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. അതിന് ചില ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ദ ക്രൈറ്റീരിയ മേ ബി ദ കോസ്റ്റ് പെർ ആപ്ലിക്കൻസ്, ദ ആപ്ലിക്കന്റ് ഓർ ഹിയറിംഗ് റേഷ്യോ. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്, ഓരോ ആപ്ലിക്കന്റിനും വരുന്ന ചെലവ്, റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി വരുന്ന ചെലവ് കേട്ടോ. ഓരോ റിക്രൂട്ട്മെന്റും നടത്താൻ വേണ്ടി വരുന്ന ചെലവ്, അതൊരു മാനദണ്ഡമാണ്, ഒരു റിക്രൂട്ട് ക്രൈറ്റീരിയ ആണ് കേട്ടോ. പീരിയോഡിക്കലി അസസ് ചെയ്യുമ്പോഴുള്ള ഒരു മാനദണ്ഡമാണ് ഇത് കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്. ഓരോ ആപ്ലിക്കന്റിനും അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിനും വരുന്ന ചെലവ്. അടുത്ത നോക്കിയേ, ദ ആപ്ലിക്കന്റ് ഓർ ഹിയറിംഗ് റേഷ്യോ. എത്ര ആപ്ലിക്കന്റ് ഉണ്ട്, അതിൽ എത്ര പേരെ ഹിയർ ചെയ്യണം, അതാണ് ഹിയറിംഗ് റേഷ്യോ. ആപ്ലിക്കന്റ് ഹിയറിംഗ് റേഷ്യോ. ഇപ്പൊ നമ്മൾ 1000 പേരുണ്ട്, അതിൽ ചിലപ്പോ നമ്മൾ എന്താ പറയാ, കുറച്ച് ആളുകളെ മാത്രമാണ് അവരെ അതിലേക്ക് നിയമിക്കുള്ളൂ അല്ലെ, റിക്രൂട്ട്മെന്റ് നിയമനം നടത്തുള്ളൂ. അതാണ് ആപ്ലിക്കന്റ് ഹിയറിംഗ് റേഷ്യോ. അതൊരു ക്രൈറ്റീരിയ ആണ്. അടുത്ത നോക്കിയേ, ടെന്യൂർ. ടെന്യൂർ എന്ന് പറഞ്ഞാൽ കാലാവധിയാണ് കേട്ടോ. കാലാവധി എത്ര, ആ ഒരു ഡ്യൂറേഷൻ. അടുത്ത നോക്കിയേ, അടുത്തത് പെർഫോമൻസ് അപ്രൈസൽസ് എക്സെട്ര. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഓരോ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള അവരുടെ സ്കില്ല്, അവരുടെ എബിലിറ്റി, അവരുടെ സ്കിൽസ് എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ. അവരുടെ പെർഫോമൻസ് നോക്കാണ്. അതായത് ഓരോ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള അവരുടെ എബിലിറ്റി, സ്കില്ല്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ പീരിയോഡിക്കലി അസസ് ചെയ്യുമ്പോൾ അല്ലെ, റിക്രൂട്ടിംഗ് സോഴ്സിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അസസ് ചെയ്യും, വിലയിരുത്തുമ്പോൾ എന്താണ്, ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ നമ്മൾ നോക്കണം. കോസ്റ്റ് നോക്കണം, റിക്രൂട്ട്മെന്റിന്റെ കോസ്റ്റ്, ആപ്ലിക്കന്റ് ഹിയറിംഗ് റേഷ്യോ നോക്കണം, ടെന്യൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡ്യൂറേഷൻ നോക്കണം, പെർഫോമൻസ് അപ്രൈസൽ. അത് 4ഉം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അപ്പൊ
അപ്പൊ ഓരോ നമ്മൾ റിക്രൂട്ട്മെന്റ് സോഴ്സും അസസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതും കൂടി നമ്മൾ അസസ് ചെയ്യണം, വിലയിരുത്തണം. ഈ കാര്യങ്ങൾ കൂടി നമ്മൾ വിലയിരുത്തണം. ഓക്കെ, ഏതൊക്കെയാന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് എന്നുള്ളത് ഒന്ന് നോക്കി വെക്കാം. കിട്ടിയോ? പീരിയോഡിക്കലി അസസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫോർ ഈ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കുറച്ച് ക്രൈറ്റീരിയ നമ്മൾ നോക്കണം. കോസ്റ്റ് പെർ ആപ്ലിക്കൻസ്, കോസ്റ്റ് നോക്കണം. ഓരോ റിക്രൂട്ട്മെന്റ് കോസ്റ്റ്, ആപ്ലിക്കന്റ് ഹിയറിംഗ് റേഷ്യോ നോക്കണം, ടെന്യൂർ എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ നോക്കണം, പെർഫോമൻസ് അപ്രൈസൽ നോക്കണം. ഇനി അടുത്തതാണ് സെലക്ഷൻ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എല്ലാം റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഒരു ഓർഗനൈസേഷനിലേക്ക് അവിടുത്തെ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിയമന പ്രക്രിയ, അതിന്റെ സോഴ്സുകൾ പറഞ്ഞു, അതിന്റെ പല മെത്തേഡുകൾ പറഞ്ഞു, എന്താണ് റിക്രൂട്ട്മെന്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു പോർഷൻ ആണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞേ? സെലക്ഷൻ ഇപ്പൊ 1000 കാൻഡിഡേറ്റ്സ് ഉണ്ട്, അതിൽ 10 പേര് സെലക്ട് ചെയ്തു. എന്താ നമ്മൾ പറയുന്നേ? എന്താണ്? തിരഞ്ഞെടുക്കുക. ഓക്കെ, വെരി ഗുഡ് അല്ലെ? തിരഞ്ഞെടുക്കുക, ചൂസ് ദ ബെറ്റർ പേഴ്സൺ. വെരി ഗുഡ് അല്ലെ? നല്ല ആളെ, നല്ല എബിലിറ്റി ഉള്ള, നല്ല ക്വാളിറ്റി ഉള്ള ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്തേ. അതല്ലേ നമ്മൾ ഇന്റർവ്യൂ, നിങ്ങൾ ചില ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമുക്കത് എല്ലായിടത്തും കിട്ടണമെന്നില്ല. ഇപ്പൊ നമ്മള് എബിലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എന്താ ഏറ്റവും ബെസ്റ്റിനെ എടുക്കുന്നത്. നമ്മൾ ബെസ്റ്റ് ആണ്, പക്ഷെ നമ്മളെക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, കുറച്ചുകൂടി എബിലിറ്റി ഉള്ള ആളുകളുണ്ട്, എക്സ്പീരിയൻസ് ഉള്ള, അതൊരു ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ചിലപ്പോ നമുക്ക് നല്ല ഇതൊക്കെ ഇതുണ്ടാവും, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും. ഇപ്പൊ എനിക്ക് 2 വർഷത്തെ അതിൽ എക്സ്പീരിയൻസ് ഉള്ളൂവെങ്കിൽ ചിലപ്പോൾ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾ അവിടെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഓൾറെഡി സെലക്ട് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ എന്താണ് ആ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്ന? നല്ല എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുക, അതാണ് സെലക്ഷൻ പ്രോസസ്. മനസ്സിലായില്ലേ? നല്ല എംപ്ലോയീസിന്, അതായത് നല്ല എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള, നല്ല ഭംഗിയുള്ള എംപ്ലോയി ആണോ? എങ്ങനെയാണ്? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല എബിലിറ്റി ഉള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുക, അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ സെലക്ഷൻ പ്രൊസീജിയർ ഈസ് റിലേറ്റഡ് ടു അക്വയറിംഗ്. അക്വയർ ചെയ്യാന്ന് വെച്ചാൽ നേടുക അല്ലെ? റിലവന്റ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ആപ്ലിക്കന്റ്. കണ്ടോ, ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള റിലവന്റ് ആയിട്ടുള്ള, പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ നേടുന്നതുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ ഒരു ബയോഡാറ്റ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ അല്ലേ? അതിനകത്ത് നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അല്ലേ? അത് അവര് നോക്കൂലേ? നമ്മുടെ ബയോഡാറ്റ നോക്കുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പൊ അത് നോക്കിയിട്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് ആദ്യം, അല്ലെങ്കിൽ ആ ഒരു ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ അവർക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ? നമ്മുടെ ബയോഡാറ്റയിൽ ഇല്ലേ? നമ്മൾ പഠിച്ച കോഴ്സുകള്, എക്സ്പീരിയൻസ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് അല്ലെ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? സെലക്ഷൻ പ്രോസസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മള് ആ ഒരു ആപ്ലിക്കന്റിനെ കുറിച്ചുള്ള വിവരങ്ങള്, നമ്മൾ ആപ്റ്റ് ആണോ എന്ന് നോക്കും. രാവിലെ മെസ്സേജ് ഇട്ടുണ്ട് അല്ലെ? നമ്മൾ അതിന് ആപ്റ്റ് ആണ്, നമ്മുടെ കുറിച്ചുള്ള, അതായത് ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള ഒരു റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നേടുന്നതുമായി ബന്ധപ്പെട്ടതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത സെന്റൻസ് നോക്കിയേ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡാഷ് പ്രൊസീജിയർ അവിടെ വേണമെങ്കിൽ ചോദിക്കാം. The objective of selection. ഇനി എന്താ സെലക്ഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാ? Process to find out whether an applicant meet the qualification for the specific job. അതല്ലേ നോക്കണത് അല്ലെ? ആ ഒരു പ്രത്യേക പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആപ്ലിക്കൻസിന് ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് സെലക്ഷൻ പ്രോസസ്സിൽ ചെയ്യുന്നത്. അതാണ് ഒബ്ജക്റ്റീവ്. ആൻഡ് ടു സെലക്ട് ദ ആപ്ലിക്കന്റ്, ആപ്ലിക്കന്റിനെ സെലക്ട് ചെയ്യുന്നു. എന്ത്? who is most likely to carry out well in the job. എന്ത് ചെയ്യുന്നു? for specific and select the applicant who is most likely to carry out. എന്ത് നടപ്പിലാക്കാൻ? well in that job. ആ ജോബില് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കൻസ്, അതിന് വേണ്ടിയിട്ടുള്ള എന്താ സ്പെസിഫിക് ജോബ്, ആ ഒരു പ്രത്യേക ജോബിലേക്കുള്ള ആവശ്യകതകൾ മീറ്റ് ചെയ്യുന്ന, പാലിക്കുന്ന ആപ്ലിക്കൻസ്, അതിനെ കണ്ടെത്തിക്കുകയാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ? അതിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആ ആളെ എന്ത് ചെയ്യുന്നു? അവര് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു.
Select the applicant. എങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യുന്നത്? Who is most likely to carry on well in that job. ആ ഒരു ജോലിയിൽ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വെച്ചോ കേട്ടോ. ആ സ്പെസിഫിക് പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആ കാൻഡിഡേറ്റ്സ് പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അത് ആൻഡ് ടു സെലക്ട് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ ജോബ് നന്നായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Then അടുത്ത സെന്റൻസ് നോക്കിയേ. സെലക്ഷൻ ഇൻവോൾവ്സ് ചൂസിങ് ബിറ്റ്വീൻ ദ ആപ്ലിക്കന്റ് ഫോർ ദ ജോബ് ആൻഡ് റിമൂവിംഗ് ദ ആപ്ലിക്കന്റ് who are unsuitable applicants. And എന്ത് ചെയ്യുന്നു, എന്താ ചെയ്യുന്ന സെലക്ഷനില്, എന്താ സെലക്ഷനിൽ ഉൾപ്പെടുന്നത്? ചൂസിങ്, തെരഞ്ഞെടുക്കാണ്. ബിറ്റ്വീൻ ആപ്ലിക്കൻസ് ഫോർ എ ജോബ്, ജോബിലേക്കുള്ള ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കൻസിനെ, നല്ല എബിലിറ്റി ഉള്ള ആപ്ലിക്കൻസിനെ ചൂസ് ചെയ്യുന്നു. ആൻഡ് റിമൂവ് ചെയ്യുന്നു. എങ്ങനെയുള്ളത്? ആപ്ലിക്കൻസ് ഹു ആർ അൺസ്യൂട്ടബിൾ, അതായത് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള, അതിന് ഫിറ്റ് അല്ലാത്ത, ആപ്റ്റ് അല്ലാത്ത ആപ്ലിക്കൻസിനെ റിമൂവ് ചെയ്യുന്നു. അതല്ലേ ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ നമ്മൾ പറഞ്ഞു, അതിനകത്ത് ഒരു 100 പേര് അറ്റൻഡ് ചെയ്തു, പക്ഷെ 10 ജോബ് വേക്കൻസി ഉള്ളത്, അതിൽ 10 പേരെ സെലക്ട് ചെയ്തു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 10 പേരെ സെലക്ട് ചെയ്തു, ബാക്കിയുള്ളത് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ എന്ത് ചെയ്തു? അവര് റിമൂവ് ചെയ്തു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് സെലക്ഷൻ ഇൻവോൾവ്സ് എന്നുള്ള ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി നോക്കിയേ, while planning a selection policy, ഇനി നമ്മൾ ഒരു സെലക്ഷൻ പോളിസി പ്ലാൻ ചെയ്യുമ്പോൾ നോക്കിയേ, due to consideration should be given to organization needs as well as technical and professional extent of selection procedure. എന്താ, നമ്മളൊരു സെലക്ഷൻ പോളിസി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ ആവശ്യകതകൾ, ഓർഗനൈസേഷൻ നീഡ്സ്, ആ ഒരു ഓർഗനൈസേഷന്റെ ആവശ്യകതകൾക്കും ആ ഒരു സെലക്ഷൻ പ്രോസസ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ലെ, അതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യാപ്തിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അർഹമായ പരിഗണന നമ്മൾ അത് കൊടുക്കണം. ഓർഗനൈസേഷന് ആവശ്യകത വേണ്ടേ? ഞാനൊരു ഇന്റർവ്യൂവിന് എടുത്തു, ആ ഒരു സ്ഥാപനത്തിന് വേണ്ട ആവശ്യകതകൾ നോക്കിയിട്ട് വേണ്ടേ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ? ഓർഗനൈസേഷന് ആവശ്യകതകൾ വിലയിരുത്തണം. പിന്നെ അതുകൂടാതെ എന്താ, ആ ഒരു ജോലിയിലേക്ക് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സലന്റ്, കണ്ടോ, പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു വ്യാപ്തി, അതിലേക്ക് കൂടുതൽ നോളജ് ഉള്ള, അങ്ങനെയുള്ള അർഹമായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പരിഗണന കൊടുക്കണം. ആസ് വെൽ ആസ് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്റ്റെന്റ് ഓഫ് സെലക്ഷൻ പ്രൊസീജിയർ, അതാണ് നമ്മൾ അവിടെ പരിഗണന കൊടുക്കേണ്ടത്. ഇനി അടുത്തത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ വേണമെങ്കിൽ. ഓർഗനൈസേഷൻ ആവശ്യകതകൾ നോക്കണം, ആസ് വെൽ ആസ് അതിന്റെ ഒപ്പം തന്നെ എന്ത് വേണം? ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്റ്റെന്റ് ഓഫ് സെലക്ഷൻ പ്രൊസീജിയർ, തൊഴിൽപരമായിട്ടുള്ള അവിടെ എന്താണ് ആ ഒരു സെലക്ഷൻ പ്രൊസീജിയറിന്റെ തെരഞ്ഞെടുപ്പ്, ആ സെലക്ഷൻ പ്രൊസീജിയറിലെ സാങ്കേതികവും അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള വ്യാപ്തിക്കും അതിനു വേണ്ട ഒരു അർഹമായ ഒരു പരിഗണന അവിടെ കൊടുക്കണം. ഇനി നോക്കിയ സ്റ്റെപ്സ് ആണ് കേട്ടോ, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, ഒന്ന് നോക്കി വെച്ചേക്കാം. സ്റ്റെപ്സിൽ വരുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. പോയിന്റ്സ് ഷോർട്ട് ചെയ്ത് നമുക്ക് പഠിച്ചാൽ മതി, ഫുൾ ആയിട്ടൊന്നും വേണ്ട. നോക്കിയേ, സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്. ഒരു സെലക്ഷൻ പ്രോസസ്സിന് വേണ്ട സ്റ്റെപ്പ്, എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ആ സെലക്ഷൻ പ്രോസസ്സിൽ വേണ്ടത്? ഫസ്റ്റ് എന്താ? റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. ആദ്യം തന്നെ എന്താ ചെയ്യണേ? ഇന്റർവ്യൂ അല്ലേ, അല്ലെങ്കിൽ സ്ക്രീനിങ് ചെയ്യും അല്ലേ? നമ്മൾ ഇപ്പൊ ഞാനാണ്, എന്നെ സ്ക്രീൻ ചെയ്യും അല്ലെങ്കിൽ എന്റെ ഇന്റർവ്യൂ ചെയ്യും. അതാണ് സെലക്ഷനിലെ ആദ്യ സ്റ്റെപ്പ്. ചോദിക്കും ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഏതാ? റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. കിട്ടിയോ? ആദ്യ സ്റ്റെപ്പ് ഇന്റർവ്യൂ ആണ് അല്ലെങ്കിൽ സ്ക്രീനിങ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കിയേ, ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കൈ കൊണ്ട് എഴുതൂലേ. ചില ആപ്ലിക്കേഷൻ ഫോംസ് ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും, അതിൽ നമ്മൾ ഡാഷ് ഇട്ട് പോയോടുത്ത് ഡാഷ്
അല്ലെ, അഡ്രസ് ഡാഷ് ക്വാളിഫിക്കേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും ആപ്ലിക്കേഷൻ. അപ്പൊ ബാക്കി മാത്രം നമ്മൾ ഫില്ല് ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പേപ്പറിൽ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ് അത് ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. അത്രയും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. A factor finder whether which helps one to learn about the applicant's background and life history. And applicants in the background and life history ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അതിനല്ലേ ഫോം കൊടുക്കണേ. ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോ അത് ഫില്ല് ചെയ്യുമ്പോ നമ്മളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവില്ലേ അല്ലേ. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിൽ എന്താ ഉള്ളത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ആപ്ലിക്കൻസിന്റെ ബാക്ക്ഗ്രൗണ്ട്, ലൈഫ് ഹിസ്റ്ററി അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ലൈഫ് ഹിസ്റ്ററി ഒക്കെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓൾ കണ്ടക്ടഡ് ഇന്റർവ്യൂ ടു ഇൻസ്പെക്ട് ദ ഫാക്ട് ആൻഡ് ഗെറ്റ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ആപ്ലിക്കന്റ് ആൻഡ് ഹിസ് ഫാമിലി ടു ദ ജോബ്. എല്ലാ ഇന്റർവ്യൂസും നമ്മൾ എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്, എന്ത് പരിശോധിക്കാനാണ്? അതായത് ആപ്ലിക്കൻസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ജോലിയോടുള്ള ആപ്ലിക്കൻസിന്റെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെ, ആപ്ലിക്കൻസിന്റെയും അവരുടെ ഫാമിലിയുടെയും കുടുംബത്തിന്റെയും ആ ഒരു ജോലിയോടുള്ള ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം മനസ്സിലാക്കുന്നതിനും നമുക്ക് ആപ്ലിക്കേഷൻ ഫോംസ് നമുക്കത് സഹായിക്കും. കണ്ടോ, ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന വസ്തുക്കൾ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ആ ജോലിയോടുള്ള പർട്ടിക്കുലർ ജോബിനോടുള്ള ആ ഒരു കാൻഡിഡേറ്റ്സിന്റെ അതുപോലെ അവരുടെ ഫാമിലിയുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്താണ് അല്ലെ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് മേടിക്കും അല്ലെ. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. രണ്ടാമത്തെ സെലക്ഷൻ പ്രോസസ്സിൽ എന്താ വരുന്നത്? ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം. അത്രയും മാത്രം അണ്ടർലൈൻ ചെയ്തിട്ടാ. ക്ലിയർ ആയോ? ആപ്ലിക്കേഷൻ ഫോമിൽ എന്താ ഉള്ളത്? ആപ്ലിക്കൻസിന്റെ ബാക്ക്ഗ്രൗണ്ട്, ലൈഫ് ഹിസ്റ്ററി. പിന്നെ അതിനകത്ത് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ആ ഒരു ആപ്ലിക്കൻസിന് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് ആ ഒരു ജോലിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവവും ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും, പരിശോധിക്കുന്നു. ഇനി അടുത്തതാണ് എന്താ? ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? എ ഫിസിക്കൽ എക്സാമിനേഷൻ. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും. അത് ഏതിനാ വരുന്നേ? എന്തിനാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ വരുന്നത്? ഒരു എക്സാമ്പിൾ പറയോ? ഒരു എക്സാമ്പിൾ പറയോ? ഫിസിക്കൽ എക്സാമിനേഷന് ഏതില് നടത്താം? പോലീസ് ടെസ്റ്റ്, പട്ടാളത്തിലൊക്കെ ആണെങ്കിൽ അല്ലെ, പോലീസ് ജോബിനൊക്കെ വേണ്ടിയിട്ട് വെറുതെ ഇന്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്താലെന്ന് പോരാം, അല്ലെങ്കിൽ എക്സാം പാസ്സായാൽ പോരാം. അടുത്ത എന്താണ് സെലക്ഷൻ പ്രോസസ്സിൽ ഒരു കാര്യമാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കലി അവർ ഫിറ്റ് ആണോ നോക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാമിന ഉണ്ടോ, ആ ജോലി ചെയ്യാനായിട്ട് സ്റ്റാമിന ഉണ്ടോ? ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കണം. പോലീസ് ടെസ്റ്റില് ഒരു രണ്ട് ചുമട് റെയിൽവേ ജോബ് മിക്ക ചോദ്യം വേണം അല്ലെ. നേവി, ആർമി, വെരി ഗുഡ്. ഇതിലൊക്കെ വേണം നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കണം. അതിൽ അവർ ആപ്റ്റ് ആണോ അല്ലെ, അതാണ് അത് ഫിസിക്കൽ എക്സാമിനേഷൻ പാസ് ആവണം അല്ലെ. ഇത്ര നമ്മൾ ചെസ്റ്റിന്റെ ഒക്കെ ഇതൊക്കെ നോക്കൂലേ, ഹൈറ്റ് നോക്കും, വെയിറ്റ് നോക്കും, ചെസ്റ്റിന്റെ ഇത് നോക്കും അല്ലെ, ഓരോ ഇതൊക്കെ നോക്കും അവർ അത് ഫിസിക്കൽ എക്സാമിനേഷനില്. ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ സക്സസ് അല്ലെ. ആ ഒരു ജോലിയിലേക്ക് ഒരു ആരോഗ്യം ഇല്ല, ഒളിച്ചളന്നിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് ഒരു പോലീസ് ഇതിലേക്ക് നമുക്ക് ആക്കാൻ പറ്റുമോ? പരീക്ഷയല്ലേ ഇത് ശരി, പക്ഷെ ഫിസിക്കലി അവര് ഫിറ്റ് ആവണ്ടേ, ഫിസിക്കൽ എക്സാമിനേഷന് പാസ് ആവണ്ടേ, രണ്ടും വേണ്ടേ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ, ജോലിക്ക് ഇതാവുമ്പോൾ ആ സെലക്ഷൻ പ്രോസസ്സിന് ഫിസിക്കൽ എക്സാമിനേഷൻ, ആ ക്യാബിൻ ക്രൂ ശരിയാണ് കേട്ടോ. ഫിസിക്കൽ എക്സാമിനേഷൻ, ആ ഫിസിക്കൽ എക്സാമിനേഷൻ നോക്കും. അതായത് ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ദി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ സക്സസ്. അപ്പൊ മൂന്നാമത്തേത് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ എന്നുള്ളത് മാത്രം അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അടുത്തത് എന്താണ്? അടുത്തത് നോക്കിയേ, എന്താണ്? സൈക്കോളജിക്കൽ നമുക്ക് ടെസ്റ്റിങ്, നമ്മൾ എന്താണ് സൈക്കോളജിയാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിങ് എന്ന് വെച്ചാൽ എന്താ? അവര് എന്താ പറയാ, മനഃശാസ്ത്ര പരിശോധന അല്ലെ. സൈക്കോളജിക്കൽ ടെസ്റ്റിങ് എന്താണ്? മനഃശാസ്ത്ര പരിശോധന. അത് മാനസികമായിട്ടും മെന്റൽ ടെസ്റ്റ്, അതായത് മാനസികമായിട്ടും അവരതിന് ആപ്റ്റ് ആവണം അല്ലെ.
മാനസികമായിട്ടും അതിൽ ആപ്റ്റ് ആവണം അവര്. നോക്കിയേ, ടെസ്റ്റിംഗ് ടു ഇൻസ്പെക്ട് ദ സർഫസ് ഏരിയ ആൻഡ് ഗെറ്റ് ആൻ ഒബ്ജക്റ്റീവ് ലുക്ക് അറ്റ് കാൻഡിഡേറ്റ് സ്യൂട്ടബിളി ഫോർ ദ ജോബ്. അതായത് ആ ജോലിക്ക് സ്യൂട്ടബിൾ ആവണം, ആ കാൻഡിഡേറ്റ്സ് സ്യൂട്ടബിൾ ആവണം, അതാണോ എന്ന് നോക്കുന്നതാണല്ലേ. അതാണ് നമ്മൾ നോക്കുന്നത് മെന്റൽ ടെസ്റ്റിലൂടെ. ഇതാണ് നോക്കുന്നത് കാൻഡിഡേറ്റ്സ് ആപ്റ്റ്നെസ് ഫോർ എ ജോബ്. അതാണ് അവിടെ പറയുന്നത്. ഏതാണ് കാൻഡിഡേറ്റ്സിന്റെ ആപ്റ്റ്നെസ്, അതായത് ആപ്റ്റ് ആണോ ആ ജോലിക്ക്, മെന്റലി അവര് ആപ്റ്റ് ആണോ എന്നുള്ളതും കൂടി നോക്കും. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി കേട്ടോ. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ഓർ മെന്റൽ ടെസ്റ്റിംഗ് അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓക്കെ, അടുത്തൊന്ന് നോക്കിയേ, റെഫറൻസ് ചെക്ക്. റെഫറൻസ് ചെക്ക്, അതായത് റെഫറൻസ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വായി കൊണ്ട് മാത്രം പറഞ്ഞാലോ ആ കാൻഡിഡേറ്റ്സ് ഞാൻ ഇന്നത് പഠിച്ചതാണ്, പിന്നെ എന്റെ M.Com കഴിഞ്ഞു, ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ ഇത്രയും വർഷം ഞാൻ ജോലി ചെയ്താണ് എന്നൊക്കെ വായി കൊണ്ട് പറഞ്ഞാൽ മാത്രം മതി. അതിനൊരു പ്രൂഫ് വേണ്ടേ നമുക്ക്? റെഫറൻസ് ചെക്ക് ചെയ്യും. അപ്പൊ അവര് പറയുന്ന കാര്യം അവരുടെ സർട്ടിഫിക്കറ്റും വേണം. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പ്രൂഫ് ചെയ്യണ്ടേ? നമ്മളത് ചെക്ക് ചെയ്യും. അല്ലാതെ ഇയാള് പറഞ്ഞു ഞാൻ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവരെ സെലക്ട് ചെയ്യാൻ പറ്റൂല. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ട അവിടെ, അത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതാണ് റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, റെഫറൻസ് ചെക്ക്. ഇനി അടുത്ത എന്താ? ഫൈനൽ സെലക്ഷൻ, അപ്രൂവൽ. ഇനി എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പൊ എന്താ? ഇന്റർവ്യൂ നടത്തി, പിന്നെ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബ്ലാങ്ക് അത് നടത്തി, പിന്നെ അത് കഴിഞ്ഞ് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി, പിന്നെ അടുത്ത സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നടത്തി, മെന്റൽ ടെസ്റ്റിംഗ് നടത്തി, പിന്നെ റെഫറൻസ് അത് അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ അവരുടെ ആ സർട്ടിഫിക്കറ്റുമായിട്ടൊക്കെ ചെക്ക് ചെയ്തു. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? അവരെല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണെങ്കിൽ ഫൈനൽ സെലക്ഷൻ അല്ലെ. അടുത്തത് എന്താണ്? ഫൈനൽ സെലക്ഷൻ, അപ്രൂവൽ ബൈ മാനേജർ. അത്രയാണ് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഫൈനൽ സെലക്ഷൻ, അപ്രൂവൽ ബൈ മാനേജർ. മാനേജർ അപ്രൂവ് ചെയ്യും അല്ലെ, അപ്രൂവൽ കൊടുക്കും. ഇന്നയാളെ സെലക്ട് ചെയ്തു, ഇന്ന ദിവസം മുതൽ ജോലിക്ക് കയറാം എന്നാ ഫൈനൽ ആയിട്ട് സെലക്ട് ചെയ്തു. അപ്രൂവൽ ബൈ മാനേജർ. And communication of the decision to the candidates. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ആ കാൻഡിഡേറ്റ്സിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? നമ്മളോട് പറഞ്ഞാലേ നിങ്ങളെ ജോലിയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന തീയതി മുതൽ നിങ്ങൾക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യം പറയണ്ടേ അല്ലെ? അവരുമായിട്ട് എന്ത് ചെയ്യണം? കാൻഡിഡേറ്റ്സുമായിട്ട് അത് ആ തീരുമാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അത്രയാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ? അത് സെലക്ഷൻ പ്രോസസ്, ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്ക്രീനിങ് നടത്തി, ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓർ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു, അതൊക്കെ നോക്കി, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി, മെന്റലി ഹെൽത്ത് ആൻഡ് സ്റ്റാമിന നമ്മൾ നോക്കി, ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യമുള്ള ആളാണോ അല്ലെ? അത് ഓരോന്നിനും വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ. ഇപ്പൊ സെക്യൂരിറ്റിക്ക് ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും നമുക്ക് 2 കള്ളന്മാര് വന്നാലെങ്കിൽ ഇടിച്ചിടാൻ പാകത്തിനുള്ള ഒരാള് വേണ്ടേ സെക്യൂരിറ്റിക്ക് നിർത്താനായിട്ട് അല്ലെ? വേണ്ടേ? തളഞ്ഞൊടിഞ്ഞ ഒരാളെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റൂല. അപ്പൊ അത് പറഞ്ഞ അതിന് ഫിസിക്കൽ എക്സാമിനേഷൻ, ഇപ്പൊ പോലീസിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് നേവിയില് ഇതിലൊക്കെ ഫിസിക്കൽ എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തതാണ് അവിടെ അവരുടെ മെന്റൽ ടെസ്റ്റിംഗ്, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നടത്തി, പിന്നെ അടുത്തത് റെഫറൻസ് ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഫറൻസ് ചെക്ക് നടത്തി, പിന്നെ ഫൈനൽ സെലക്ഷൻ, അപ്രൂവൽ ബൈ ആരാണ്? മാനേജർ. ക്ലിയർ ആയില്ല എല്ലാവർക്കും ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞതിൽ തന്നെ വരുന്നതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ മെന്റൽ ടെസ്റ്റിംഗ്, അതേക്കുറിച്ചൊരു കുറച്ച് കാര്യങ്ങളാ പറഞ്ഞേക്കണം. നോക്കിയേ, ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, അതിന് മാത്രം പറയുന്ന കേട്ടോ. ഫിറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയാണ്. മെന്റലി ആ ഒരു കാൻഡിഡേറ്റ്സ് ആ ജോലിക്ക് ഫിറ്റ് ആണോ, അതാണ് എന്നത് പറയുന്നത് അവരുടെ ആ ഒരു മെന്റൽ ടെസ്റ്റ് നടത്തുന്നത് അല്ലെ, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിനെ നമുക്ക് എന്താക്കാം? നമുക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച്, നമ്മുടെ ബിഹേവിയർ കണ്ടോ, നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് കുറച്ച് ക്ലാസിഫൈ നടത്താം.
പല ടെസ്റ്റുകളാ പറയുന്നത് കേട്ടോ. ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച്. അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ എന്താണ്? അതെ, കുറച്ചിവിടെ ഇത് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അന്നേരം പഠിക്കുമ്പോൾ പറയാം. രണ്ടാമത്തെ നോക്കിയേ, ഓൺ ദ ബേസിസ് ഓഫ് യൂസസ് ഓഫ് ടെസ്റ്റ്. കണ്ടോ, ആ ടെസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ രീതി അനുസരിച്ച്, ആ ടെസ്റ്റ് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ രീതി അനുസരിച്ച്, ടെസ്റ്റുകളുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ, യൂസസ് ഓഫ് ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് അനുസരിച്ച്. പിന്നെ അടുത്തതാണ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്, അങ്ങനെ 3 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ. അതിൽ ഒന്നാമത്തെയാണ് ഏത്? ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച്. ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച് നോക്കിയേ, ടെസ്റ്റ് കാറ്റഗറൈസ്ഡ് ഇൻടു, നമ്മള് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിനെ ഹ്യൂമൻ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റമില്ലേ, ആ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് 4 രീതി, 3 പറയുന്നത് അല്ലെ, 3 രീതിയിൽ അവിടെ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് 4 കേട്ടോ. അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്. കണ്ടോ, ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ സൈക്കോളജിക്കൽ ടെസ്റ്റ് മേ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 4. ഏതൊക്കെയാണ്? ബിഹേവിയർ അനുസരിച്ച് നമുക്ക് ഈ മെന്റൽ ടെസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിനെ എത്രയായിട്ട് തിരിക്കാം? നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയായിരുന്നു? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ. അതിനകത്ത് നമുക്ക് 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി, എബിലിറ്റി ആണ് കേട്ടോ, കഴിവ്. ഓക്കെ, tries to test your ability. നമ്മുടെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാണ്. എന്തിന്? ടു ക്യാരി ഔട്ട് ദ ടാസ്ക് ആൻഡ് റിയാക്ട് ടു സിറ്റുവേഷൻ അറ്റ് ദ വർക്ക്. കണ്ടോ, അതായത് ജോലി സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു, ഒരു സാഹചര്യങ്ങളോട് പ്രതികരിക്കാനും ജോലി നിർവഹിക്കാനുമുള്ള നമ്മുടെ എബിലിറ്റിനെ ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇപ്പൊ നമ്മള് പല ആളുകളും പല രീതിയിലായിരിക്കും അതിനോട് പ്രതികരിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻസ് വന്നു, ആ സിറ്റുവേഷനോട് ആളുകൾ പല രീതിയിലാണ് പ്രതികരിക്കുന്നത്. ചിലർ ഉടനടി അത് നോക്കും, ചിലർ അതിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അവിടെ നമുക്ക് എത്ര എബിലിറ്റി ഉണ്ട്, അതാണ് നമ്മുടെ കഴിവാണ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചിയാണ്. ഞാൻ പറഞ്ഞേ, ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജോബ് സിറ്റുവേഷനിൽ അതിനോട് പ്രതികരിക്കാനും ഉണ്ടോ. Try to test your ability. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. Try to test your ability. നമ്മുടെ കഴിവാണ് അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നോക്കുന്നത്. എന്തിനാണ്? ടു ക്യാരി ഔട്ട് ദ ടാസ്ക്, ടാസ്ക് നടപ്പിലാക്കാൻ, ആൻഡ് ടു റിയാക്ട് ടു സിറ്റുവേഷൻ അറ്റ് ദ വർക്ക്, ആ ഒരു വർക്കിന്റെ ആ സിറ്റുവേഷനില്ലേ അതിനോട് റിയാക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ആ എംപ്ലോയീസിന്റെ എബിലിറ്റി ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ടെസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇത് ഒന്നാമത്തെയാണ്. സൈക്കോളജിക്കൽ ടെസ്റ്റിനെ 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തു. അതിൽ ഫസ്റ്റത്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താ പറയുന്നത്? എബിലിറ്റി, നമ്മുടെ എബിലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടാസ്ക്, അവിടുത്തെ ജോലി നിർവഹിക്കാനും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അതിനോട് നമ്മൾ റിയാക്ട് ചെയ്യാനുമുള്ള അത് അല്ലെങ്കിൽ ആ ഒരു നടപ്പിലാക്കാനുമുള്ള നമ്മുടെ കഴിവാണ് പരിശോധിക്കുന്നത്. അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത്രയും മതി. ബാക്കിത്തേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇന്നെടുത്തത് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? നിങ്ങൾ പിന്നെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് പോകുന്നോണ്ട് നമുക്ക് എന്താ പറയാ എളുപ്പമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലാസ് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മള് വേറെ എക്സ്ട്രാ ടൈം ആയിട്ട് നിങ്ങൾക്ക് തരാത്തത്. പെട്ടെന്ന് മെസ്സേജ് ചെയ്യുന്ന ഇപ്പൊ നല്ല കുട്ടികളായിട്ട് വേഗം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാ ക്ലാസ് സ്മൂത്ത് ആയിട്ട് പോകാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് ചോദിക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടി അത് ക്ലിയർ ചെയ്ത് പോകാം. അതുകൊണ്ടാണ് കൂടുതലായിട്ട് നിങ്ങളോട് അധികം സംസാരിക്കാത്തത് കേട്ടോ. സംസാരിക്കാൻ മെസ്സേജിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, അല്ലാത്ത എക്സ്ട്രാ ടൈം ആയിട്ട് വേറെ തരാത്തത്. നിങ്ങൾ നോക്കിയില്ലേ? ചാപ്റ്റർ നോക്കിയില്ലേ? മൊത്തം മറിച്ച് നോക്കിയില്ലേ? വലിയ ചാപ്റ്റർ അല്ലേ നമ്മുടെ?
അതിൽ ഒരു പേജ് 1.5 പേജ് മാക്സിമം 2 പേജൊക്കെ നമ്മൾ ഒരു ദിവസം നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ക്ലാസ്സിന്. ഇതിന് തന്നെ ഒരു 10 ക്ലാസ്സെങ്കിലും വേണമെന്നാണ് തോന്നുന്നത്. ഇതിപ്പോ നമ്മുടെ എത്ര 5ാമത്തെ ക്ലാസ് ഒക്കെയാണ്. എന്നാലാണ് നമുക്കിത് പോർഷൻസ് തീരുള്ളൂ. അതുകൊണ്ടാട്ടോ നിങ്ങളെ കൊണ്ട് അധികം അങ്ങോട്ട് ഇതാക്കല്ലോ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനടി തന്നെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. സ്റ്റെപ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അത്രയും മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, എന്നാ ക്ലാസ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നാളെ ഉണ്ടല്ലോ നമുക്ക് ക്ലാസ്, ബാക്കി നമുക്ക് അത്രയും നോക്കാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.